വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ച് തുടങ്ങിയാണ്. ഇന്ന് എല്ലാവർക്കും പറയുന്നത് പോലെ നവംബർ 16 അല്ലേ, ശനിയാഴ്ച ദിവസമാണ്. മാത്രമല്ല മലയാള മാസം 1 അപ്പൊ മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് ശബരിമല നട ഇന്നലെ തുറന്നിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വൃശ്ചികം എന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ കാര്യം എന്താണെന്ന് അറിയാം പ്രജൻ, വൃശ്ചികം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോ മറ്റൊരു സീസണ് തുടക്കമാവുകയാണ്. അപ്പൊ ഇനി മുതൽ അങ്ങനെ എന്താണ് പറയാ, തീർത്ഥാടകരുടെ ഒഴുക്കായിരിക്കും ശബരിമലയിലേക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഉള്ള സ്ഥലത്ത് തന്നെയാണ്. പാലക്കാട് വിട്ടുപോയിട്ടില്ല, നമ്മൾ പാലക്കാട് തുടരുന്നുണ്ട്. ഇന്ന് പക്ഷേ ഉള്ളത് മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നത് കൽപ്പാത്തിയിലല്ല, മറിച്ച് പാലക്കാട് നഗരഹൃദയം എന്ന് പറയാവുന്ന ഒരു ഭാഗത്താണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് കാണാൻ സ്ഥലം ഏതാ? കോട്ട മൈതാനം. അപ്പുറത്ത് കോട്ട മൈതാനം ഉണ്ട്, അതിന്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പാലക്കാട് കോട്ടയ്ക്കടുത്താണ് നമ്മൾ, കോട്ട മൈതാനം അല്ല, കോട്ടയ്ക്കടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങളും ഒപ്പം തന്നെ മറ്റു വാർത്തകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത് മാത്രമല്ലല്ലോ, നമ്മൾ ഇറങ്ങിയത് എന്തിനാ? നടക്കാൻ ഇറങ്ങിയതാണ്, മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ പ്രേക്ഷകർ മോർണിംഗ് വാക്കിന് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ കൂടെ കൂടാം. ഇനിയിപ്പോൾ അല്ല എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ എങ്കിൽ TV അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചോളൂ. മോർണിംഗ് വാക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു മോർണിംഗ് വാക്ക്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ നല്ലൊരു പ്രഭാതത്തിൽ മോർണിംഗ് വാക്ക് ഇങ്ങനെ തുടങ്ങുകയാണ്, ഒപ്പം വാർത്തകളും. പക്ഷേ ഈ പുലരിയിൽ ആദ്യം പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് അത്ര സന്തോഷകരമായ ഒരു റിപ്പോർട്ടല്ല. ഉത്തർപ്രദേശിൽ നിന്ന് നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്, അതിലേക്കാണ് പോകുന്നത്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി കുഞ്ഞുങ്ങൾ, അതായത് നവജാത ശിശുക്കൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. 10 നവജാത ശിശുക്കളാണ് മരിച്ചത്. നിരവധി കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ICUയിലുണ്ടായ തീപിടുത്തമാണ് ഈ അപകടത്തിന് കാരണം. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് ബൽറാം ഇടങ്ങാടിയോട് ചോദിക്കാം, ജില്ലയിൽ നിന്നും. ബൽറാം, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങുന്നില്ല, കാരണം അത്രമേൽ ദുഃഖകരമായ, അത്രമേൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ബൽറാമിന്റെ പ്രേക്ഷകരുമായി രാവിലെ തന്നെ പങ്കുവെക്കാനുള്ളതെന്നറിയാം. എങ്കിലും പറയൂ, എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോഴാണ് നമുക്കത് അത്രയും ഞെട്ടലുണ്ടാക്കുന്നത്. 10 കുഞ്ഞുങ്ങളാണ് മരിച്ചത് പൊള്ളലേറ്റ്. ഈ തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ്, എന്ത് സംഭവിച്ചു അവിടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം, പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വാർത്ത, ദുഃഖകരമായ വാർത്ത എത്തിക്കേണ്ടി വരുന്നു എന്ന ഒരു ദുഃഖമുണ്ട്, വലിയ ദുഃഖമുണ്ട്. എങ്കിൽ പോലും ഈ വലിയ ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ഉണ്ടായത്. 10 കുഞ്ഞുങ്ങളാണ് അവിടെയുണ്ടായ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത്. ഈ ആശുപത്രിയുടെ റാണി ലക്ഷ്മിബായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. അവിടുത്തെ നവജാത ശിശു വിഭാഗത്തിലെ ICUയിലായിരുന്നു തീപിടുത്തം. ഇന്നലെ രാത്രി 10നും 10:30ക്കും ഇടയിലാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. തുടർന്ന് ഉടൻ തന്നെ അവിടെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായും ഝാൻസി ഫയർഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തീപിടുത്തത്തെ തുടർന്ന് 10 കുട്ടികൾ, അത് ജനിച്ച് മണിക്കൂറുകൾ മാത്രമായ പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്. 47 കുട്ടികൾ ഈ അപകടം നടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇതിൽ 10 പേർ മരിച്ചു. മറ്റുള്ളവരെ ഉടൻ തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റിയതായാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇതിൽ 16 കുഞ്ഞുങ്ങൾക്ക് കൂടി പൊള്ളലേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്, പൊള്ളൽ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക് അല്പസമയം മുമ്പ് ഈ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് ആശുപത്രി അധികൃതർ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. ICUവിൽ ഉണ്ടായ തീപിടുത്തം, നവജാത ശിശുക്കളുടെ ICUയിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട്, അതാണ് ഇത്തരം വലിയ ഒരു അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ അപകട വാർത്ത അറിഞ്ഞ് ഉടൻ തന്നെ അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നും ഫയർഫോഴ്സ് അറിയിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ അല്ലെങ്കിൽ 37ഓളം കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നും ഫയർഫോഴ്സ് വ്യക്തമാക്കി.
വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ അധികൃതർ, കൂടാതെ ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക് അടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. ഈ പരിക്കേറ്റ കുട്ടികൾക്ക് അടിയന്തരമായി തന്നെ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായാണ് ജില്ലാ അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ അപകടം നടന്നത് ഈ നവജാത ശിശുക്കളുടെ ICUവിൽ മാത്രമാണ് എന്നും പുറത്തേക്ക് തീ പടരാതെ കാക്കാൻ കഴിഞ്ഞു എന്നുമാണ് ഫയർഫോഴ്സും ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. ഈ വാർഡിൽ നവജാത ശിശുക്കളുടെ ICU വാർഡിൽ മാത്രമാണ് തീപിടുത്തമുണ്ടായത്. അതിന് പുറത്ത് നിരവധി കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ വാർഡിനകത്ത് മാത്രം 47 കുട്ടികളാണ് അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ 37 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു. 10 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന ആശുപത്രി അധികൃതരുടെ പ്രാഥമിക വിശദീകരണം വരുമ്പോൾ തന്നെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എങ്ങനെയാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഇത്രത്തോളം തീവ്രമായ പരിചരണം വേണ്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഒരു വാർഡിൽ എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടത്തി വരികയാണ്. ഫയർഫോഴ്സ് അടക്കമുള്ളവരാണ് ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തുന്നത്. പോലീസും ഈ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ നിലവിലിപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ള 16 കുഞ്ഞുങ്ങൾക്ക് മികച്ച ചികിത്സ തന്നെ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം, ഒപ്പം തന്നെ മറ്റ് കുട്ടികൾ ഈ ICUവിൽ നിന്നും അപകടത്തെ തുടർന്ന് മാറ്റിയ മറ്റു കുട്ടികൾക്കുള്ള ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്നും. ഉത്തർപ്രദേശിലാണ് ദാരുണ സംഭവം ഉണ്ടായതല്ലേ? ഈ ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് ഈ തീപിടുത്തം ഉണ്ടായെന്ന് പറയുന്നത്. പക്ഷേ 10 കുഞ്ഞുങ്ങളുടെ ജീവൻ ആ തീപിടുത്തത്തിൽ നഷ്ടമായിരിക്കുന്നു. എന്തായാലും 37 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റവരുടെ നില വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതിൽ വേണ്ട അടിയന്തര ചികിത്സ എല്ലാം ഉറപ്പാക്കുമെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുമുണ്ട് എന്നാണ് ബൽറാം നൽകുന്ന വിവരം. എന്തായാലും ഈ രാവിലെ തന്നെ സങ്കട വാർത്ത കേട്ടപ്പോ ഒരു മൂടങ്ങ് പോയല്ലേ? അതെ, അതൊരു സുഖകരമല്ലല്ലോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളാണ് 10 നവജാത ശിശുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വേദന, ആ സങ്കടം അത് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ച് പാലക്കാട്ടേക്ക് വരാം. പ്രേക്ഷകർക്കറിയാലോ, പാലക്കാട് ഇനി നടക്കാൻ പോകുന്ന വലിയൊരു ഉത്സവമുണ്ട്. അത് തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പാണ്. 20-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോ തീയതി 16 അപ്പോ ഉടൻ തന്നെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി കൊട്ടിക്കലാശത്തിന്. അതുപോലെ നല്ല തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. നമ്മൾ ആരെയും നേരിട്ട് കണ്ടില്ല അല്ലെ, അതുകൊണ്ട് അവരെല്ലാം നല്ല തിരക്കിലാണ്. അതെ, വോട്ടോട്ടത്തിലാണ്. കാരണം വോട്ട് പരമാവധി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. പാലക്കാട് പ്രത്യേകിച്ചും എല്ലാ 3 മുന്നണികളും വിജയപ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ത്രികോണ മത്സരം അതിൻ്റെതായ അർത്ഥത്തിൽ ചൂടിൽ പാലക്കാട് നടക്കും എന്നാണ് പൊതുവിലയിരുത്തൽ. അപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തിയാണ് കാര്യങ്ങൾ. നമുക്ക് ആ വിശേഷങ്ങളിലേക്കാണ് ഒരു പാലക്കാടൻ ക്ലൈമാക്സ്. കേരളപ്പോര് പവേർഡ് ബൈ KLM Maxima ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. അപ്പോ ഇന്നത്തെ പാലക്കാട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ് എന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. അത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് എത്തുന്നുണ്ട്. അപ്പം ഈ നാളെ ഇനിയിപ്പോ കൊട്ടിക്കലാശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ തിരക്കിലേക്കാകും. നാളെയല്ല, മറ്റന്നാളല്ലേ. അപ്പൊ 2 ദിവസം മുഖ്യമന്ത്രി പാലക്കാട് തുടരും. LDFന്റെ പൊതുയോഗങ്ങളിലും PSRന്റെ പ്രചാരണത്തിനുമായി മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നു. ആ ഒരു വലിയ ആവേശം LDF ക്യാമ്പിലുണ്ടാവും സ്വാഭാവികമായിട്ടും. ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പൊ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. വരൂ. മുണ്ടിലാണല്ലോ രാവിലെ തന്നെ. മുണ്ടില് വൃശ്ചിക മാസമാണ്. ഞാൻ സാരിയിലായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. ഇന്നലെ വരാൻ പറ്റിയില്ല, മുണ്ടെടുത്ത് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്നും ഉണ്ടാക്കി. വൃശ്ചിക മാസം. അതെ, വൃശ്ചികം ഒന്നായതുകൊണ്ട്. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി പ്രചരണത്തിന് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പം LDF ക്യാമ്പിന് ഒരു ഏറ്റവും വലിയ ആവേശം നൽകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യം. 2 ദിവസം മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്. 2 ദിവസമായിട്ട് 6 പൊതുയോഗങ്ങളിൽ, അതായത് ഒരുപക്ഷെ അവർക്ക് അല്പം സ്വാധീനം കുറവുള്ള മേഖലകൾ അല്ലെങ്കിൽ നല്ല സ്വാധീനമുള്ള ഇടങ്ങളിൽ അല്പം കൂടി വോട്ട് ഉയർത്തുക, അങ്ങനെയുള്ള ഒരു രീതിയിലാണ്. ഇപ്പൊ ഇന്നിപ്പോ രാവിലെ 11 മണിക്ക് മേപ്പറമ്പിലാണ് മുഖ്യമന്ത്രി വരുന്നത്. വൈകിട്ട് 5 മണിക്ക് മാത്തൂരിൽ അദ്ദേഹം എത്തുന്നു. ആടൊപ്പം തന്നെ വൈകിട്ട് 6 മണിക്ക് കൊടുന്തുരപ്പള്ളിയിൽ എത്തുന്നു. അങ്ങനെ 3 പരിപാടികളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടേതായിട്ട്. ഒരുപക്ഷെ അത് ഷെഡ്യൂൾ ചെയ്യപ്പെടാത്ത മറ്റു പരിപാടികളും ഉണ്ടാകും. നാളെ ആണെങ്കിൽ കണ്ണാടിയിലാണ്
ഇടത് പഞ്ചായത്തായിട്ടുള്ള കണ്ണാടിയിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. വൈകിട്ട് 5 മണിക്ക് ഒലവക്കോട് അദ്ദേഹം സംസാരിക്കും, 6 മണിക്ക് സുൽത്താൻപേട്ടിൽ സംസാരിക്കും. അങ്ങനെ 6 പൊതുയോഗങ്ങളിൽ ഈ 2 ദിവസത്തിനിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. അതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ചേലക്കരയും വയനാട് ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അവലോകനമൊക്കെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോ പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒന്നടങ്കം ഇവിടെ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വി ഡി സതീശൻ ഉണ്ടാകും, KPC പ്രസിഡന്റ് ഉണ്ടാകും, സംസ്ഥാന അധ്യക്ഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ദിവസങ്ങളോളമായിട്ട് ഇവിടെ ഉണ്ട്, BJP മുതിർന്ന നേതാക്കൾ ഉണ്ടാവും. അങ്ങനെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കൾ ഇനിയിപ്പോ ഇവിടെ കേന്ദ്രീകരിക്കും. പാലക്കാടായിരിക്കും ഇനി 23 വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ. നിഖിൽ, ഇതിൽ വേറൊരു കാര്യം പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന ഒരുപാട് നാൾ LDFനെയും അല്ലെങ്കിൽ CPMലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട് പാലക്കാട്, ഡോക്ടർ P സരൺ. അതേ ആൾക്ക് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നു എന്ന് ഇതാ കഴിഞ്ഞ ദിവസം കൂടി വി ഡി സതീശൻ ആ രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി എത്തുമ്പോൾ അത് LDFൽ വലിയ ആവേശം ഉണ്ടാക്കുമെങ്കിലും പ്രതിപക്ഷം അത് രാഷ്ട്രീയമായ ആയുധമാക്കി തന്നെ രംഗത്തുണ്ടാവും. തീർച്ചയായിട്ടും രചന, അത് ഉറപ്പാണ്. അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് മാത്രമല്ല, അദ്ദേഹവും MB രാജേഷും പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ രണ്ടുപേരും കൂടെ നടത്തുന്ന വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അതിന് പൊളിറ്റിക്കലി അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൗതുകം കൂടെ ഉള്ളത്, ഒരു രാഷ്ട്രീയ കൗതുകം ഉള്ളത്, കഴിഞ്ഞ ദിവസം EP ജയരാജൻ ഇവിടെ വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് EP എന്ത് ഒരേ രീതിയിൽ സരിനെ ഇരുത്തിക്കൊണ്ട് പറയുന്ന, പക്ഷെ ആ പദ്ധതി പൊളിഞ്ഞു പോയി, മഴ പെയ്തു, അതുകൊണ്ട് EP രക്ഷപ്പെട്ടു, സരിനും രക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ട്രോള് പറയും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ രാഷ്ട്രീയ കൗതുകം ഉണർത്തുന്ന കാര്യമാണ് സരിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി എന്ത് പറയുന്നുള്ളത്. അപ്പൊ അത് ഇന്ന് നമുക്ക് കാണാം. എന്തായാലും 6 പരിപാടി ഉണ്ട് ഇന്നും നാളെയായിട്ട്. 6 പരിപാടി ഉള്ളതെന്നാണ് നിഖിൽ പ്രഭേഷ് നമ്മളോട്. തീർച്ചയായിട്ടും ഒരുപാട് ഫോർട്ട് വാക്കേഴ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. മുണ്ടെടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് നടക്കാൻ പോവാണ്. ശരി, അപ്പോ അതാണ് CM പാലക്കാട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത പാലക്കാട്ട് നിന്നും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത, ഇന്നലെ നമ്മൾ കൽപ്പാത്തിയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. കൽപ്പാത്തിയിലേക്ക് ശേഷം ആ ഉത്സവമൊക്കെ കൂടിയ ശേഷം നമ്മൾ ഫ്ലവേഴ്സിന്റെ കൽപ്പാത്തി ഉത്സവ് ഫെസ്റ്റിലേക്ക് നമ്മൾ പോയിരുന്നു. നമ്മൾ അവിടെ ചെറിയ പാട്ടൊക്കെ പാടി അലമ്പാക്കിയോ? അത് പ്രേക്ഷകരെ പറയുന്നത്. അതെ, കേട്ടുന്നവരോട് ചോദിക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്തു. അതെ. അപ്പൊ ആ വേദിയിൽ ഇന്നലെ സംവിധായകനും അല്ലെങ്കിൽ പൊതുപ്രവർത്തനൊക്കെ ആയിട്ടുള്ള മേജർ രവി എത്തിയിട്ടുണ്ടായിരുന്നു എക്സ്പോ വേദിയിൽ. അദ്ദേഹം അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ സന്ദീപ് ഭാര്യരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സന്ദീപ് ഭാര്യരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തെറ്റായി പോയി എന്നുള്ള അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിലുള്ള ഒരു പ്രതികരണം സന്ദീപ് ഭാര്യ നടത്തേണ്ടിയിരുന്നില്ല എന്ന് തുറന്നു പറയുകയായിരുന്നു മേജർ രവി. ഇന്നലെ പാർട്ടി ഒരു കേഡർ സംവിധാനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരികയാണ് എന്നും അദ്ദേഹം 24നോട് പറഞ്ഞു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ഇനി കേവലം 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് BJP നേതാവും നടനും കൂടിയായിട്ടുള്ള ശ്രീ മേജർ രവി നമ്മളോടൊപ്പം ചേരുന്നത്. പാലക്കാട് ഇപ്പോൾ എത്ര ശതമാനം BJP വിജയിച്ചു കഴിഞ്ഞു? 100%. നിങ്ങൾക്കിത് മനസ്സിലായി ഇവിടെ വന്നു? യെസ്, അതിപ്പോഴല്ല, ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഒരു 3-4 പ്രാവശ്യം. ആ സമയത്തൊക്കെ നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പം BJP ഒരു സൈഡിൽ, ബാക്കി 2 പാർട്ടിയും കൂടെ ഒരു പാർട്ടി. കാരണം ഒരു കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തി ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ്സുകാരനും അപ്പുറത്തൊരു കോൺഗ്രസ്സുകാരനും. അപ്പോൾ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എതിർക്കുന്നത് BJP വേഴ്സസ് CPM ആൻഡ് കോൺഗ്രസ്. പാലക്കാട് നിന്നൊരു MLA എന്നുള്ളത് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കും. 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ്. ഈ പാലക്കാടിൽ നിന്നൊരു MLA നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ 1.5 വർഷം കൊണ്ട് സെൻട്രൽ നിന്ന് കഴിയുന്നിടത്തോളം ഡെവലപ്മെൻറ്റ് ഇവിടെ പാലക്കാടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാണ് കൃഷ്ണകുമാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പോകാൻ പോകുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ഒരു വിവാദങ്ങളും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലം അവർ പൂർത്തിയാക്കുകയായിരുന്നു. അതിനിടയിലാണ് സന്ദീപ് വാര്യർ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. സത്യത്തിൽ അത് ഒഴിവാക്കാമായിരുന്നായിരുന്നില്ല? ഡെഫിനറ്റായിട്ടും അതിനെ ഞാൻ ഒരിക്കലും അത് സന്ദീപിനെ സപ്പോർട്ട് ചെയ്യുക ഡിപ്പോർട്ട് ചെയ്യുകയെല്ലാം ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ഹി കുഡ് ഹാവ് ഹെൽഡ് ദ തിങ്. അപ്പം പറയുന്ന സമയത്ത് അത് ഇപ്പോൾ ഇല്ല, അതെല്ലാം ഇൻഡിവിജ്വൽ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, സുരേന്ദ്രൻ പാർട്ടി പ്രസിഡന്റ് സന്ദീപിനെ കൂടെ കൊണ്ട് നടക്കുന്നതാണ്. വയനാട്ടിൽ കംപ്ലീറ്റ് ഇൻചാർജായിട്ട് കൊടുത്താണ് ലോക്സഭാ ഇലക്ഷനിൽ. അപ്പോൾ ഹി കുഡ് ഹാവ് അവോയ്ഡഡ്. അപ്പോൾ അത് ഏതായാലും ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയം ആണ് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യായിരുന്നു. ദാറ്റ് ഈസ് അപ് ടു ദ ഇൻഡിവിജ്വൽ. കാരണം ഒരു ഇൻഡിവിജ്വലിൻ്റെ, പക്ഷേ ഒരു പാർട്ടി നേതാവ് കാഡർ പാർട്ടി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പല ലിമിറ്റേഷൻസും ഉണ്ട്. അതുകൊണ്ട് ഹി കുഡ് ഹാവ് അവോയ്ഡഡ്. അറിയിച്ചിരുന്നോ വ്യക്തിപരമായ ഒരു? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം സന്ദീപിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഇത് ചില സമയത്ത് വെച്ചാൽ ഇൻഡിവിജ്വലിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ചിലപ്പം ഒന്ന് ബാക്ക് സീറ്റ് എടുക്കണം. താങ്ക് യു സർ. അപ്പോൾ അദ്ദേഹം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് 24. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. ഇപ്പോ നേരം പരപരാ വെളുത്തൊക്കെ വരുന്നുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. പരപര അങ്ങനെ ഒരു ചൊല്ലില്ലേ, അങ്ങനെ പറയില്ലേ നമ്മൾ? ഐ മീൻ നാട്ടമ്പുറത്തൊക്കെ അങ്ങനെ പറയില്ലേ? നാട്ടമ്പുറത്തോ? ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വാക്ക് വേ ഉണ്ട്, നമുക്ക് ജോഗ് ചെയ്യാം, നടക്കാം, അതിനൊക്കെയുള്ള. എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഉണ്ട്. ഒരുപാട് പേരെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഈ സമയത്ത് പാലക്കാട് ഉണർന്നു വരുന്നു. ആ സമയത്ത് ജോഗിങ്ങിനായിട്ട് ഒരുപാട് പേര് ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വലിയ ഏരിയ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നടക്കാനൊരു സുഖമുണ്ട്, നല്ല വായു അല്ലേ? നല്ല സുഖമുണ്ട്. പിന്നെ നല്ല തണുത്ത കാറ്റ്. നമ്മളോട് ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞിരുന്നില്ലേ, ചൂട് പാലക്കാട് ചൂടൻ കാറ്റല്ല ഇപ്പൊ കിട്ടുന്നത്, നല്ല തണുത്ത കാറ്റാണ്. നല്ല സുഖമാണ് ഈ സമയത്ത് ഇതിൽ കൂടെ ഒക്കെ നടക്കാൻ. വെയിൽ വന്നിട്ടില്ല. അപ്പൊ എന്താ നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, നല്ലൊരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോഴാണ് ആ കമന്റ് കാണുന്നത്. അത് ഒരു ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പാടി തുടങ്ങാം. പാട്ട് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഒരു ചെറിയ കുഞ്ഞു ഇടവേള. ജോർജ് സെബാസ്റ്റ്യൻ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം ന്യൂസിലൻഡ് പറയുന്നുണ്ട്. അവിടെ ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്, ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്. അപ്പം നമ്മുടെ യു പിയിലെ വാർത്തയെ കുറിച്ച് കമന്റ്സ് വരുന്നുണ്ട്. ആലി പറയുന്നു ഗുഡ് മോർണിംഗ് വിത ഫിജിൻ. പ്രജിൻ എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്കൊന്നും അത് എണീറ്റിട്ട് അലി വിത ഫിജിൻ. രണ്ടുപേരും പാലക്കാട് ഇന്നലെ രണ്ടുപേരും വലിച്ചോ. രഥം വലിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അത് വ്രതമൊക്കെ എടുത്ത് അങ്ങനെ അതിന്റെ രീതിയിൽ വേണം ചെയ്യാൻ. അത് വലിക്കാൻ തന്നെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വലിക്കാൻ പോയില്ല. അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി മുന്നിൽ മിന്നി വന്ന കവിതേ, പണ്ടത്തെ പാട്ടുറങ്ങുമൊരു മൺവീണയാണെന്റെ മാനസം, അന്നെന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം, എന്നിട്ടും നീ എന്നോടെന്നു മിണ്ടാത്തതെന്താണ് പൊന്നാമ്പൽ. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുകയല്ല, മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പാടിയത്. അപ്പോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വാക്ക് വേ ഒന്നും അല്ല എന്ന് തോന്നണ്ട, തൊട്ടടുത്തുള്ള ഒരു കാട്ടിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ അഭിലാഷ് തൊഴുവൻകൂടും നമ്മുടെ ക്യാമറ ക്രൂ മെമ്പേഴ്സ് ഒക്കെ അവർക്ക് ഇവിടെ നിന്നിട്ട് നല്ലൊരു ഫ്രെയിം വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഓക്കെ ആവാന്ന്. പൊന്നാമ്പൽ പുഴയൊന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ചെറിയ ഒരു ജലാശയമുണ്ട്. അതെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. പാലക്കാടൻ കോട്ടയുടെ ആ ഒരു സുഖം. ടിപ്പു പണി കഴിപ്പിച്ച ഈ കോട്ട, ടിപ്പു ഹൈദരാലി പണി കഴിപ്പിച്ച കോട്ടയാണ്. 18ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്നു. അപ്പോ ആ ഇടത്താണ് നമ്മൾ ഉള്ളത്. നമ്മൾ വാർത്തകളിലേക്ക് വീണ്ടും കടക്കുകയാണ്. ഒരുപാട് പേരെ ഇവിടെ കാണാം. അവരോടൊക്കെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട് പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കൊക്കെ അറിയണം അല്ലെ? പ്രേക്ഷകർ എന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു നമുക്ക് അറിയണം. അതെ, ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ മാത്രമല്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പൊ ജാർഖണ്ഡിലേക്ക് പോയാലോ? അവിടെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. വാശിയേറിയ പ്രചാരണമാണ്. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനായി വാശിയേറിയ പ്രചാരണത്തിൽ മുന്നണികൾ ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. 2 തെരഞ്ഞെടുപ്പ് റാലികൾ ഖർഗെ അഭിസംബോധന ചെയ്യും. ബിജെപിക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് 2 റാലികൾ സംസ്ഥാനത്ത് നടത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഏതെങ്കിലും RJD നേതാവ് തേജസ്വി യാദവ് അല്ല, RJD നേതാവ് തേജസ്വി യാദവ് BJPയെ രൂക്ഷമായി വിമർശിച്ചു. സംസ്ഥാനത്ത് സ്നേഹവും വെറുപ്പും എന്നീ 2 ആശയങ്ങൾ തമ്മിലാണ് പോരാട്ടം നടത്തുന്നത് എന്നും വിദ്വേഷമാണ് BJPയുടെ മുഖ്യ പ്രചാരണം വിഷയമെന്നും തേജസ്വി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ജാർഖണ്ഡിൽ നിന്നുള്ള വിവരങ്ങൾ. നമുക്കിനി പാലക്കാട്ട് നിന്ന് നേരെ നമുക്ക് എറണാകുളത്തേക്ക് പോയാലോ? എന്താണ് അവിടുത്തെ വിവരങ്ങൾ നോക്കാം. എറണാകുളം ജില്ലയിലെ CPIM ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കം. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടനാട്ടിലെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ആലപ്പുഴ കുട്ടനാട്ടിലെ CPMലെ ഭിന്നതയും അവിടെ നിന്ന് CPIയിലേക്ക് കൂറുമാറിപ്പോയ 18 പാർട്ടി പ്രവർത്തകരെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ പക്ഷേ ഇതിപ്പോ ഏരിയ സമ്മേളന കാലമാണ്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ ഏരിയ സമ്മേളനങ്ങൾ തുടക്കമാവുന്നു. എറണാകുളം കളവക്കാട് സമ്മേളനങ്ങളാണ് ഇന്ന് നടക്കുക. ആകെ 16 ഏരിയ കമ്മിറ്റികളാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ളത്. ജില്ലയിലെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളിൽ പലയിടങ്ങളിലും തർക്കങ്ങൾ ഉണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നത് എന്നുകൂടി അറിയുക.
അതൊക്കെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ. നമുക്കിനി നേരെ തിരികെ പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ വാക്ക് വേയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് സ്ഥിരമായി നടക്കാൻ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നടത്തം നമ്മൾ മുടക്കുന്നില്ല. നമുക്ക് ഈ സൈഡിലൂടെ നടക്കാൻ പറ്റും. ചേർന്ന് പോവാം. അതെ അതെ. രാശേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. നടത്തത്തിലാണല്ലേ? നമ്മുടെ CPM നേതാവ് മുൻ MLA ആയിട്ടുള്ള TV രാജേഷ്. എനിക്ക് തോന്നുന്നു പാലക്കാടേക്ക് എല്ലാവരും, ഇപ്പൊ കണ്ണൂരുകാരനാണ് രാജേഷേട്ടൻ. അപ്പോൾ രാജേഷേട്ടനൊക്കെ നേരത്തെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് ഇലക്ഷൻ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ എല്ലാവരും നമുക്ക് ഇവിടെ കാണാം. അപ്പൊ അങ്ങനെ പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സന്നിധാനത്തേക്ക് പോകുന്നു. ശരണം സന്നിധാനം. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രജൻ പറഞ്ഞല്ലോ, വൈകി വന്ന പ്രേക്ഷകർ പെട്ടെന്ന് കത്തി കാണില്ല. നമ്മൾ പറഞ്ഞു വരുന്ന ശബരിമല വിശേഷത്തിന്റെ കാര്യമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വൃശ്ചികം 1 അപ്പൊ ശബരിമല നട തുറന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. ഇന്ന് പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. പക്ഷേ അതേസമയം തന്നെ 10,000 ഇങ്ങനെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 70,000 പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെയാണ് ശബരിമലയിൽ നിന്ന് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. പക്ഷേ നമുക്കിനി കൂടുതൽ വിശദാംശങ്ങൾ അറിയണമല്ലേ പ്രജൻ? MG പ്രതീഷ് ശബരിമലയിൽ നിന്ന് തത്സമയം ചെയ്യുന്നു. പ്രതീഷ്, മറ്റൊരു മണ്ഡലകാലത്തിന് തുടക്കമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വൃശ്ചികമാസ പുലരിയിൽ രാവിലെ 3 മണിക്കാണ് നട തുറന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെയുള്ള തിരക്കെന്താണ്? കാരണം നേരത്തെ അറിയാലോ, നമുക്ക് ഈ മാസത്തെ എല്ലാ സ്ലോട്ടും നേരത്തെ ബുക്ക് ചെയ്തതാണ്. ഏതാണ്ട് 70,000-ഓളം ആളുകളെ, തീർത്ഥാടകരെ ഇന്ന് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പൊ എന്താണ് ഇപ്പൊ അവിടെ തിരക്ക് കൂടുതലുണ്ടോ? വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രജിനാൻ പ്രവിത. ശബരിമലയിൽ വൃശ്ചികമാസ പുലരിയാണ്. തീർത്ഥാടകരുടെ വലിയ ഒരു നീണ്ട നിര ശബരിമല സന്നിധാനത്ത് ഉണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി തുറന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറന്നു. ശബരിമല നട തുറക്കുന്ന സമയം മുതൽ തന്നെ അയ്യപ്പ ദർശനത്തിനായി തീർത്ഥാടകരുടെ നീണ്ട നിരയായിരുന്നു 18-ാം പടിയിലും നടപ്പന്തലിലും കാണാൻ കഴിഞ്ഞിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഏകദേശം 70,000-ഓളം തീർത്ഥാടകരാണ് ഇതിനോടകം തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി മാത്രം ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തും. ഇതിന് പുറമെയാണ് 10,000-ലധികം തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് നടത്താനുള്ള ഒരു സൗകര്യവും. ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതിയാണ് ശബരിമലയിലെ പുതിയ മേൽശാന്തിയായി അരുൺകുമാർ നമ്പൂതിരി ചുമതലയേറ്റത്. രാവിലെ അരുൺകുമാർ നമ്പൂതിരിയാണ് ശബരിമല ശ്രീകോവിൽ തുറന്ന ദീപം തെളിയിച്ചത്. ഇന്നലെ ആയിരുന്നു മുൻ മേൽശാന്തിയായ മഹേഷ് നമ്പൂതിരിയുടെ അവസാന ദിവസം. വൈകുന്നേരം ഹരിവരാസനത്തോടു കൂടി മഹേഷ് നമ്പൂതിരിയും ഒപ്പം മാളികപ്പുറം മേൽശാന്തിയും ശബരിമല മല ഇറങ്ങി മടങ്ങിയിരിക്കുന്നു. ഇനി പുതിയ മേൽശാന്തിമാരുടെ നേതൃത്വത്തിലായിരിക്കും ശബരിമലയിൽ പൂജകളും മറ്റ് ചടങ്ങുകളും നടക്കുന്നത്. ഇന്നലെ ആദ്യ ദിവസമായ ഇന്നലെ പ്രത്യേക പൂജകളൊന്നും തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രത്യേക പൂജകൾ ശബരിമലയിൽ നടക്കും. കൃത്യമായി തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. കാരണം 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി മാത്രം ഇന്ന് ശബരിമലയിൽ എത്തുന്നുണ്ട്. അതിന് പുറമെയാണ് കൂടുതൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയും എത്തുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ കൂടുതലായി എത്തിയാലും കൃത്യമായി അയ്യപ്പ ദർശനം നടത്തി വളരെ പെട്ടെന്ന് തന്നെ ഇവരെ മലയിറക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ ആയിട്ടുണ്ട്. ഇന്ന് മറ്റ് കാനനപാത വഴിയും പരമ്പരാഗത പാത വഴിയും തീർത്ഥാടകർ എത്തിത്തുടങ്ങും. ആ ഇടങ്ങളിലും കൃത്യമായ പോലീസ് വിന്യാസം ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം മന്ത്രി ശബരിമല സന്നിധാനത്ത് ക്യാമ്പ് ചെയ്താണ് നിലവിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന ഒരുക്കങ്ങൾ നടത്തുന്നത്. ഈ മാസം 30-ാം തീയതി മാത്രമാണ് ശബരിമലയിൽ ഈ സ്ലോട്ടുകൾ കുറച്ചെങ്കിലും ഒഴിവുള്ളത്. ഈ മാസം ബാക്കി എല്ലാ ദിവസങ്ങളിലും വെർച്വൽ ക്യൂ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ശബരിമല വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ക്ഷേത്ര ദർശനം ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ അയ്യപ്പ ദർശനത്തിനായി മാലയിട്ട് ശബരിമലയിൽ എത്തുന്ന ഒരു തീർത്ഥാടകർക്കും അയ്യപ്പനെ കാണാതെ മടങ്ങേണ്ടി വരില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ദേവസ്വം ബോർഡും ഒപ്പം സർക്കാരും ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു വൃശ്ചികമാസ പുലരിയിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തീർത്ഥാടന വലിയ പ്രവാഹം തന്നെയാണ്.
ഈ നടപ്പന്തലിലടക്കം ഇതിനോടകം തന്നെ വലിയ ഒരു ക്യൂ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെയാണ്. 18-ാം പടി കയറി എത്തിയ തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ശ്രീകോവിലേക്ക് അപ്പോ ആദ്യ ദിനത്തിൽ തന്നെ വലിയ തിരക്ക് ഈ സമയത്ത് പോലും സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്നാണ് MG പ്രതീഷ് അവിടെ നൽകിയ തത്സമയ വിവരങ്ങൾ. 1-ാം ദിവസമാണ് മണ്ഡലകാലത്തിന്റെ. അപ്പോൾ രാവിലെ തൊട്ട് ആ നിരനിരയായുള്ള ഒഴുക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് സന്നിധാനത്തേക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ.